ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. പേജ് നമ്പർ 51 നോക്കാം. ഹിയർ ആർ സം പീപ്പിൾ ഹു മെയ്ഡ് ഇറ്റ് ബിഗ് അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. സോ എന്താണ് പറയുന്നത്? ഹിയർ ആർ സം പീപ്പിൾ. അപ്പോൾ നമുക്ക് താഴെ 3 ഫോട്ടോസ് കാണാം. ഇവിടെ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഹു മെയ്ഡ് ഇറ്റ് ബിഗ് അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. അതായത് ഈ ആൾക്കാർ, ഈ 3 ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരും ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും ഈവൻ വൈകല്യങ്ങളെയും അവരുടെ പരിമിതികളെയും ഒക്കെ ഭേദിച്ചുകൊണ്ട് അവരുടെ ലൈഫിൽ അവരുടേതായ ഓരോ ഫീൽഡിലും വിജയം കൈവരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആരാ നോക്കാം. സ്റ്റീഫൻ വില്യം ഹോക്കിങ്സ്. ഷോർട്ടായിട്ട് നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയും. ഫോട്ടോന് താഴെയായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീഫൻ വില്യം ഹോക്കിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ്, കോസ്മോളജിസ്റ്റ് ആൻഡ് ഓതർ. ഫിസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻറ്റിസ്റ്റ് ഇൻ ഫിസിക്സ്. അതായത് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഫിസിക്സിലാണ്. അതുപോലെ കോസ്മോളജിസ്റ്റ്. കോസ്മോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് വരുന്നത് പ്രപഞ്ചം എന്നുള്ളതാണ്. കോസ്മോളജി എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രശാഖയാണ്. ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒറിജിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ. അപ്പോൾ കോസ്മോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്മോളജി പഠിക്കുന്നവരെയാണ് നമ്മൾ കോസ്മോളജിസ്റ്റ് എന്ന് പറയുക. പിന്നെന്താണ് ആൻ ഓതർ, റൈറ്ററാണ്. ഒരുപാട് ബുക്സൊക്കെ എഴുതിയിട്ടുണ്ട്. ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ സ്റ്റീഫൻ ഹോക്കിങ്സ് ഒരു വീൽ ചെയറിൽ ഇരിക്കുന്നതായിട്ടാണല്ലേ. സോ അദ്ദേഹത്തിൻ്റെ 21ാമത്തെ വയസ്സിൽ ഒരു ഡിസീസ് വന്നു. അമിയോട്രോപിക് ലേറ്ററൽ സ്ക്ലിറോസിസ് എന്നാണ് ഈ ഒരു അസുഖത്തിൻ്റെ പേര്. ALS എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. സോ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൈകാലുകളൊക്കെ ചലനമറ്റു പോവുക, ചലനം ഇല്ലാതായി പോവുക. കൈകാലുകൾ മാത്രമല്ല, ആദ്യം അദ്ദേഹത്തിന് കൈയും കാലും ഒക്കെ തളർന്നു പോയി. പിന്നീട് അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ കണ്ണുകൾ മാത്രമേ അദ്ദേഹത്തിന് പിന്നീട് ചലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. സോ എന്നിട്ടും ഈവൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ലൈഫിനോട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നല്ലൊരു ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരുന്നു. കോൺഫിഡൻസിൻ്റെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ 21ാമത്തെ വയസ്സിൽ ഈ ALS എന്ന് പറയുന്ന ഈ ഒരു അസുഖം പിടിപെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വർഷം കൂടെ അദ്ദേഹത്തിന് ഇനി ആയുസുള്ളൂ എന്നുള്ളത്. പക്ഷേ ആ ഒരു കാര്യം അറിഞ്ഞിട്ടുകൂടി ഈ സ്റ്റീഫൻ ഹോക്കിങ്സ് തൻ്റെ പഠനമോ അല്ലെങ്കിൽ തൻ്റെ റിസർച്ചോ കാര്യങ്ങളോ ഒന്നും നിർത്താൻ പോയില്ല. അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ശാസ്ത്രീയ കോൺസെപ്റ്റുകളൊക്കെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. യൂഷ്വലി എന്തെങ്കിലും ഒരു ഡിസീസുള്ള ഒരാളോട് നിങ്ങളൊരു ഇത്ര വർഷത്തേക്കേ ജീവിച്ചിരിക്കുള്ളൂ എന്ന് ഡോക്ടേഴ്സ് വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ജീവിക്കുന്ന ആ ഒരു ജീവിതം എന്ന് പറയുന്നത് മരണം കാത്തു കിടക്കുന്നത് പോലെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയല്ലേ ആയുസുള്ളൂ, ഇനി ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ജീവിക്കട്ടെ, ഇനിയിപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊന്നും അല്ല സ്റ്റീഫൻ ഹോക്കിങ്സ് ചിന്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു തേഴ്സ്റ്റ്, പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു തേഴ്സ്റ്റ് അദ്ദേഹം ഒഴിവാക്കിയതേയില്ല. അദ്ദേഹം പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഈവൻ അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ബുക്കാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മാത്രമേ ചലിപ്പിക്കാൻ പറ്റുമായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്. സോ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ബുക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്, എഴുതി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമ്മളുടെ സ്റ്റീഫൻ ഹോക്കിങ്സിന് 2 വർഷത്തെ ആയുസേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചു. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിൽ പവർ കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അത്രയും കാലം ജീവിക്കാൻ കഴിഞ്ഞത്. 1963 അദ്ദേഹത്തിന് ഈ ALS എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടെന്ന് പറയുന്നത് ഡോക്ടേഴ്സ്. പക്ഷേ അദ്ദേഹം മരിക്കുന്നത് 2018 മാർച്ച് 14. സോ അത്രയും വർഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിൽ പവർ കൊണ്ടായിരിക്കും ഒരു പക്ഷേ തൻ്റെ ശാരീരികമായിട്ടുള്ള എല്ലാ പരിമിതികളെയും ഭേദിച്ചുകൊണ്ട് മരണത്തെപ്പോലും കീഴടക്കി മുന്നോട്ട്
മുന്നോട്ട് ജീവിച്ചത് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് അരുണിമ സിൻഹ, ദ ഫീമെയിൽ ആംപ്യൂട്ടി ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. ആംപ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈകാലുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യം ഉള്ളവരെയാണ് നമ്മൾ ആംപ്യൂട്ടി എന്ന് പറയുക. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഫേസ്റ്റ് ഫീമെയിൽ ആംപ്യൂട്ടിയാണ് ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. അപ്പോൾ എന്താണ്, എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ആംപ്യൂട്ടി ഫീമെയിലാണ് ആര്, അരുണിമ സിൻഹ എന്ന് പറയുന്നത്. എവറസ്റ്റ് കീഴടക്കിയ മാത്രമല്ല അവരുടെ അച്ചീവ്മെൻറ്റ്സ്, അവർ ഇന്ത്യയുടെ നാഷണൽ ലെവൽ വോളിബോൾ പ്ലെയർ കൂടിയായിരുന്നു. അവർക്ക് ഈ ഒരു വൈകല്യം സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ കുറച്ച് റോബേഴ്സ് ഇവരെ അറ്റാക്ക് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീഴാനും അങ്ങനെ അവരുടെ ഒരു കാല് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി. പിന്നെ ആ ഒരു ഇൻസിഡൻറ്റിൽ അവർക്ക് വേറെ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രോബ്ലംസിൽ നിന്ന്, കാല് നഷ്ടപ്പെട്ടയും അതുപോലെ തന്നെ ഈ ഇഞ്ചുറീസിൻ്റെയൊക്കെ ദുരിതത്തിൽ നിന്ന് അവരൊന്ന് കരകയറാൻ വേണ്ടി ഒരുപാട് സമയമെടുത്തു. ഒരു 4 മാസത്തോളം മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയ്ക്ക് എന്ന് പറയില്ലേ, ആ ഒരു കണ്ടീഷനിലൂടെയായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ടൈമിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തെങ്കിലും അവരുടെ ഫീൽഡിൽ അവർ സക്സസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് അവരെന്തായി, ഇത് ഫേസ്റ്റ് ഫീമെയിൽ ആംപ്യൂട്ടി ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. സോ ഇതാണ് അരുണിമ സിൻഹ. നെക്സ്റ്റ് രവീന്ദ്ര ജെയിൻ ആണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ മ്യൂസിക് കമ്പോസറാണ്, അതുപോലെ ലിറിസിസ്റ്റാണ്. അത് എന്ന് വെച്ചാൽ ലിറിക്സ് എഴുതുന്ന ആളാണ്, അതുപോലെ പ്ലേ ബാക്ക് സിംഗർ കൂടിയാണ് കേട്ടോ. അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു. സോ അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പരിമിതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് സ്റ്റീഫൻ ഹോക്കിങ്സിനെയും അരുണിമ സിൻഹേനെയും രവീന്ദ്ര ജെയിനെയും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു സ്റ്റോറിയിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഹെലൻ കെല്ലറാണ്. ഹെലൻ കെല്ലർ ഈ 3 പേരെ പോലെ തന്നെ ലൈഫിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടാണ്. സോ നമുക്ക് ഹെലൻ കെല്ലർ ആരാണ്, എന്താണെന്നൊക്കെ പഠിക്കാം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കയ്യോ വേണ്ട, ഹൃദയം മതി എന്ന് പറഞ്ഞിട്ടുള്ളത് ഹെലൻ കെല്ലറാണ്. അമേരിക്കയിലാണ് ഹെലൻ കെല്ലർ ജനിക്കുന്നത്. അപ്പോൾ അവർ ചെറുതായ സമയത്തെ അവർക്ക് എന്താണ്, ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസയും കാര്യങ്ങളൊക്കെ വളരെ അധികമായിരുന്നു സാധാരണ ഒരു കുട്ടികളെ അപേക്ഷിച്ച്. അത് മാത്രമല്ല, ഒരു 6 മാസമായ സമയത്തെ അവർ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ വേർഡ്സൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 6 മാസമായ കുട്ടികളൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. സോ സാധാരണ കുട്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു ആ ഒരു ഹെലൻ കെല്ലറുടെ ലൈഫ് എന്ന് പറയുന്നത്. ജനിച്ച് 19 മാസം വരെ ഹെലൻ കെല്ലറിന് നോർമലായിട്ടുള്ള ഒരു ലൈഫായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു 19 മാസമായ സമയത്താണ് ഇവർക്ക് മസ്തിഷ്ക ജ്വരം പിടിപെടുന്നത്. അങ്ങനെ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് 19 മാസം എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാണ് അല്ലേ. സോ അവരുടെ ഫാമിലി, ഹെലൻ കെല്ലറിൻ്റെ ഫാമിലി അവളുടെ ആ ഒരു അവസ്ഥയിൽ അവളുടെ കൂടെ തന്നെ വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവളുടെ ക്യാരക്ടറൊക്കെ ഇങ്ങനെ മാറാൻ തുടങ്ങി. കാരണം കാഴ്ചയില്ല, കേൾവിയുമില്ല. സോ അവളുടെ ക്യാരക്ടറൊക്കെ മാറാൻ തുടങ്ങി. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ അമ്മ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ടീച്ചറിനെ വെക്കുകയാണ്. ആനി സല്ലീവൻ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഈ ടീച്ചർ എന്താണ്, അന്ധരായിട്ടുള്ള ആൾക്കാരെ വായിക്കാനും എഴുതാനും ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. സോ അപ്പോൾ ഹെലൻ കെല്ലറിന് വേണ്ടി ആ ഒരു ടീച്ചർ അവരുടെ മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവളുടെ ക്യാരക്ടറൊക്കെ എന്താണ് ബിൽഡ് ചെയ്ത് നല്ല രീതിക്ക് ആക്കിയെടുക്കാനൊക്കെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അന്ധരായ ആൾക്കാരെ വായിക്കാനും എഴുതാനൊക്കെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ലിപിയാണ് ബ്രെയിലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിപിയിൽ നമ്മളുടെ
ഹെലൻ കെല്ലർ പരിശീലനം നേടുകയാണ്. ആരിൽ നിന്ന്? നമ്മളുടെ ടീച്ചറായിട്ടുള്ള ആനി സള്ളിവനിൽ നിന്ന്. അപ്പോൾ ഹെലൻ കെല്ലർ അപ്പോൾ ഈ ഒരു ലിപി പഠിച്ചു. അത് തൊട്ടിട്ടാണ് പഠിക്കുക കേട്ടോ. ഇങ്ങനെ കൈ ടച്ച് ചെയ്താൽ മനസ്സിലാവും. അങ്ങനെയാണ് അവർ മനസ്സിലാക്കുക എന്താണ് എഴുതിയിട്ടുള്ളത്, എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രെയിലി ലിപിയിലൂടെ അവർ ഒരുപാട് ഭാഷകളും മാത്സും ഒക്കെ പഠിച്ചു. അങ്ങനെ 24-ാം വയസ്സിൽ ഡിഗ്രി എടുത്തിട്ടുള്ള, ബിരുദം നേടുന്ന അന്ധയും ബധിരയുമായ, അതായത് ചെവി കേൾക്കുകയും കണ്ണ് കാണുകയും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആദ്യത്തെ വ്യക്തിയാണ് ആര്? നമ്മളുടെ ഹെലൻ കെല്ലർ എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ അച്ചീവ്മെൻ്റ് ആണോ? ഒരിക്കലും അല്ല അല്ലേ. നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല, ചെവി കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല അല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഇല്ലാത്ത ഒരാൾ ബിരുദം നേടുക എന്ന് പറയുന്നത് ചെറിയൊരു അച്ചീവ്മെൻ്റ് അല്ല, വലിയൊരു കാര്യമാണ് അല്ലേ. പഠിക്കാനുള്ളത് സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് ഹെലൻ കെല്ലറുടെ ആത്മകഥയുടെ പേരാണ്, ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ 1902 ഈ ഒരു ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫി പ്രസിദ്ധീകരിക്കുന്നത്. 44 ഭാഷകളിൽ ഈ ഒരു ആത്മകഥ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവർക്ക് വേറെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. ദ വേൾഡ് ഐ ലിവ് ഇൻ, ലൈറ്റ് ഇൻ മൈ ഡാർക്ക്നെസ്, ഓപ്റ്റിമിസം തുടങ്ങി പ്രശസ്തമായി 14 ബുക്സ് ഇവർ ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, എല്ലാവർക്കും ഇൻസ്പിറേഷൻ നൽകുന്ന രീതിയിൽ, പ്രചോദനം നൽകുന്ന രീതിയിലുള്ള പ്രഭാഷക കൂടിയായിരുന്നു ഹെലൻ കെല്ലർ. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഭാഗമാണ്. ഈ ഒരു സ്റ്റോറി സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടാണ് ഇടുന്നത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സോ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.